ഈശോമിശിഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. കർത്താവെ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടോ എന്ന പത്രോസ്ലിഹായുടെ വാക്കുകൾ വെറുമൊരു മറുപടിയല്ല, മറിച്ച് തൻ്റെ ഗുരുവും നാഥനുമായ ക്രിസ്തുനാഥന് ഏറ്റുപറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഏറ്റുപറച്ചിലാണ്. ഈശോ തന്നെ വെളിപ്പെടുത്തുന്നത് ജീവൻ്റെ ഒപ്പം എന്നാണ്. ഈ വചനത്താൽ ശിഷ്യഗണം അനേകർ അവനെ വിട്ടകരുമ്പോഴും ഈ വചനം കഠിനമാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഉപേക്ഷിച്ചു പോകുമ്പോഴും പത്രോസാകട്ടെ അവനെ അടിയുറച്ചു നിന്നു. ഈ വിശ്വാസമാണ് ഓരോ ക്രൈസ്തവരായ നമ്മെ ഓരോരുത്തരെയും പത്രോസിൻ്റെ ജീവിത മാതൃക അനുകരിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം ഒരു ജെറുസലേം യാത്ര പോലെ പ്രതീക്ഷകൾ അസ്തമിച്ചു നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ഉറ്റവരുടെയും വേർപാടുകൾ നിറഞ്ഞതും അത് തന്നെ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആത്മകഥം രൂപം കൊള്ളിക്കും. ദൈവം നമ്മുടെ കൂടെയുണ്ടോ? ഈ ഒരു ആത്മകഥത്തിൻ്റെ ഉത്തരമെന്ന് പറയുക മാനുഷിക ബുദ്ധിക്ക് അതീതമാണ്. അതിനുള്ള ഉത്തരം നാം തേടി പോകുമ്പോൾ എമ്മാവൂസിലെ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. ഈശോയുടെ വേർപാടിൽ ദുഃഖിതരായിരുന്ന ശിഷ്യഗണത്തിന് എമ്മാവൂസ് യാത്രയിൽ പ്രത്യക്ഷനായി വചനം വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ അവരുടെ ഹൃദയങ്ങളെ ചിരിപ്പിച്ചു, അതോടൊപ്പം തന്നെ അപ്പം മുറിച്ച് നൽകിക്കൊണ്ട് ഒരു ആത്മീയ അനുഭൂതിയിലേക്ക് അവരെ അനയിച്ചുകൊണ്ടും ക്രിസ്തുനാഥൻ അവരെ ആത്മീയതയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവന്നു. നാം അനുദിനം പങ്കുചേരുന്ന ഓരോ ദിവ്യബലിയും ഈ ഒരു ആത്മീയ അനുഭൂതിയുടെ അനുസ്മരണമാണ്. വചനത്തിലൂടെയും വചന വ്യാഖ്യാനത്തിലൂടെയും നാം നമ്മുടെ ഹൃദയങ്ങളെ ചലിപ്പിച്ചുകൊണ്ടും അപ്പം മുറിച്ച് നൽകിക്കൊണ്ട് നമ്മെ ആത്മീയ അനുഭൂതിയിലേക്ക് നമ്മെ നയിക്കുന്നു. നാം പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവം മോശയ്ക്ക് കൽപ്പനകൾ നൽകുന്നു. ഈ കൽപ്പനകൾ എന്നത് വെറുമൊരു നിയമസംഹിതയല്ല, മറിച്ച് പിതാവായ ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന ഒരു സുരക്ഷാ കവചമാണ്. അതുപോലെ തന്നെ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രവാചകന് ദൈവം പ്രകാരം പറയുന്നു, ഈ ചുരുൾ എടുത്ത് ഭക്ഷിക്കുക. ഇവിടെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണമെന്നും വചനം എന്നത് നമ്മുടെ ശരീരത്തിലും രക്തത്തിലും അലിഞ്ഞു ചേരണമെന്നുമാണ് ഇതിലൂടെ പ്രവാചകൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധ കുർബാനയിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയണമെങ്കിൽ വചനത്തിൽ അധിഷ്ഠിതമായ വിശ്വാസം നമുക്ക് രൂപപ്പെടേണ്ടിയിരിക്കുന്നു. ജെറോം ബിബ്ലിക്കൽ കമന്ററി പ്രകാരം വചനത്തിൽ വിശ്വസിക്കാത്തവൻ്റെ കണ്ണുകളിൽ അപ്പത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുകയില്ല. വചനം വിഭജിക്കപ്പെടാത്ത ഇടങ്ങളിൽ അപ്പം മുറിക്കപ്പെടുമ്പോൾ അത് ദൈവത്തിൻ്റെ അനുഭവമായി മാറുന്നില്ല. നാം അനുദിനം വിശുദ്ധ കുർബാനയെ പങ്കുചേരുമ്പോൾ അത് വെറും ഒരു ചടങ്ങ് മാത്രമായി മാറുന്നതെങ്കിൽ അത് നമ്മുടെയൊക്കെ വചന വിരുന്നിലെ പോരായ്മകളായിരിക്കാം. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ വചന വായനയ്ക്കും വചന വ്യാഖ്യാനത്തിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. വചന വായനയിലൂടെയും വചന വ്യാഖ്യാനത്തിലൂടെയും നമ്മെ ആന്തരികമായി ഒരുക്കി വിശുദ്ധ കുർബാനയുടെ ഏറ്റവും മർമ്മപ്രധാനമായ അനാഫ്രയിലേക്ക് നമ്മെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അനുദിനം പങ്കുചേരുന്ന വിശുദ്ധ കുർബാനയിൽ അടിയുറച്ച് വിശ്വസിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കാരണം വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാനമായ തിരുവചനവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. തിരുവചനത്തിൽ അടിയുറച്ച വിശ്വാസത്തിലൂടെ നമുക്ക് വിശുദ്ധ കുർബാനയെ കൂടുതൽ സ്നേഹിക്കുവാനും വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാനും നമുക്ക് സാധിക്കും. വിശുദ്ധ കുർബാനയിൽ മുറിയപ്പെടുന്ന ക്രിസ്തുനാഥൻ്റെ തിരുശരീര രക്തങ്ങൾ പോലെ നമ്മുടെയൊക്കെ ജീവിതങ്ങളും മുറിയപ്പെടേണ്ടിയിരിക്കുന്നു.
അതിനുവേണ്ടിയാണ് ഓരോ ക്രൈസ്തവൻ്റെയും വിളിയും. മുറിയപ്പെട്ട ജീവിതങ്ങൾക്കാണ് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുക. പ്രിയമുള്ളവരെ, നാം അനുദിനം വിശുദ്ധ കുർബാനയെ പങ്കുചേരുമ്പോൾ സ്വയം മുറിയപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. അത് മറ്റുള്ളവർക്ക് മുൻപിൽ എളിമപ്പെടുവാനും സ്വയം ചെറുതായിക്കൊണ്ട് മറ്റുള്ളവരെ വളർത്തുവാനും, അതുപോലെ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിശപ്പെന്ന് പറയുന്നത് ഭൗതികമായ ആഹാരത്തിൻ്റെ കുറവല്ല, മറിച്ച് ആത്മീയമായ ആഹാരത്തിൻ്റെ കുറവാണ്. അതിനുള്ള ഏറ്റവും വലിയ പരിഹാരമെന്ന് പറയുക വിശുദ്ധ കുർബാനയെ അടിയുറച്ച് വിശ്വസിക്കുക എന്നതാണ്. അതുപോലെ തന്നെ നാം വിശുദ്ധ കുർബാനയെ അടിയുറച്ച് വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങളെയും വിശുദ്ധ കുർബാനയിലേക്ക് ആനയിക്കുവാനും അവരെയും വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ആമേൻ.